ഹലോ, ഞാനും അച്ചൂട്ടിയും കൂടി നേരത്തെ കാലത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടിയും കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്ന് ഞാനൊരു അവരച്ചെടി കാണിച്ചു തന്നില്ലേ, അതായത് തുവര, അവരല്ല തുവര, മാറിപ്പോയി. അത് പൂവ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതേണ്ട നിറച്ച് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വലിയ ചെടിയായി മാറിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചൂട്ടി പറഞ്ഞു എൻ്റെ വാഴയും കൂടി ഒന്ന് കാണിക്കുമെന്ന്. ഒരു വിരലുള്ള നീളമുള്ള വാഴ എവിടുന്നോ 20 രൂപയ്ക്ക് വാങ്ങിക്കൊടുന്ന് വെച്ചതാണ്. അത് അത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്തൊരു മുളക് തൈയാണിത്. കുറേ മുളക് തൈയൊക്കെ അതിൽ ഉണ്ടായ കായൊക്കെ മയിൽ വന്ന് കൊത്തി തിന്നാറുണ്ട്, അതുകൊണ്ട് അത്രയും കിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ 4 മണി പൂവല്ലേ ഇത്, അത് 10 മണി പൂവാ, ഏതോ ഒരു പൂവ്, അത് വിരിഞ്ഞിങ്ങനെ നിൽക്കണം. മഷി കുടഞ്ഞ പോലെയുണ്ട്, വെള്ളപ്പൂവിൽ മഷി കുടഞ്ഞ പോലെയുണ്ട്. ഇപ്പോൾ രാവിലെ അതുകൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ കയ്യിലൊരു മഞ്ചുണ്ടായിരുന്നു, കടകളും തുറന്നിട്ടില്ല. അപ്പോൾ അതിനൊരു കഷ്ണം ഞാനെടുത്തിട്ട് ബാക്കി അവന് കൊടുക്കുകയാണ്. അപ്പം അപ്പുറത്തുനിന്ന് ആരോ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാണ്ട് വരിക കേട്ടോ. പിന്നെ കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. സൂര്യൻ ഇങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ കൂടി എത്തി നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാ കണ്ടില്ലേ, ഒരു കുഞ്ഞു വെളിച്ചത്തിൽ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്നു, ബസ്സിൽ കയറി ഇരിക്കുവാണ്. ഇനി നേരെ അഗളിയിലേക്കാണ് പോണത്. അഗളിയിൽ ഇറങ്ങിയത് സ്ഥിരം കഴിക്കുന്ന ഹോട്ടലില്ല, അപ്പോൾ വേറൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇരിക്കുവാണ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ഈ തലയും കുഞ്ചിരിക്കുന്നത് ഫോൺ നോക്കിയിട്ടിരിക്കുക കേട്ടോ. ഭക്ഷണം വരുന്നവരെ ഫോൺ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ റോസ്റ്റ് വന്നു. അവന് ഒരു നെയ് റോസ്റ്റും ഞാൻ സാധാ പ്ലെയിൻ റോസ്റ്റുമാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും കഴിക്കുന്ന കടയിൽ നിന്ന് കഴിച്ച് ഇതിന് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല, എന്നാലും ഇരുന്ന് കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവൻ പറഞ്ഞു അവനൊരു ചായ വേണമെന്ന്. അങ്ങനെ അവനൊരു ചായയും കൂടിയും കിട്ടി. ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ചായ ഇഷ്ടമല്ല. വലിയ ചൂടോടെ അവൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എടുത്തിട്ട് ചായ ആറ്റി കൊടുക്കുകയാണ്. കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു. ഞാനും ചായ കുടിക്കാറേ ഇല്ല. ഇനിയിപ്പോൾ പാൽ ചായ കുടിക്കുകയാണെങ്കിൽ വലിയ ചൂടിലൊന്നും കുടിക്കില്ല. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓരോ ജ്യൂസും മേടിച്ചു. അവനൊരു സ്മൂതാ അതും വാങ്ങിച്ചു. ഞാനിതൊരു പറഞ്ഞു വേറെ എന്തോന്ന് കിട്ടി. അപ്പോൾ എന്നാൽ ടാറ്റാ പോയി തരാം.